ഇനി ടോപ്പ് 10 സ്പെഷ്യൽ സ്റ്റോറിയിലേക്കാണ്. പുലിപ്പേടി വിട്ടൊഴിയാതെ തൃശൂർ ചാലക്കുടി പ്രദേശം. കൊരട്ടി ചിറങ്ങരയിൽ ജനവാസ മേഖലയിൽ പുലിയിറങ്ങി വളർത്തുനായെ പിടികൂടിയിരുന്നു. വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ കെണിവെച്ചെങ്കിലും പുലിയെ പിടികൂടാനായില്ല. ചാലക്കുടി ടൗണിലും പുലി ഇറങ്ങിയതോടെ പ്രദേശവാസികൾ ഒന്നടങ്കം ഭീതിയിലാണ്. എത്രയും പെട്ടെന്ന് പുലിയെ പിടികൂടണമെന്ന ആവശ്യം ശക്തമാകും. ആഴ്ചകൾക്ക് മുൻപാണ് കൊരട്ടി ചിറങ്ങരയിൽ വീട്ടിലെത്തിയ പുലി വളർത്തുനായെ പിടികൂടിയത്. പുലിയുടെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ വനം വകുപ്പും നാട്ടുകാരും പുലിയെ പിടികൂടാനുള്ള നീക്കങ്ങൾ തുടങ്ങി. പ്രദേശത്ത് കൂടുകളും ക്യാമറകളും സ്ഥാപിച്ചു. കെണിയൊരുക്കാൻ കൂട്ടിൽ ആടിനെയും കെട്ടി. കൂടാതെ ഡ്രോൺ നിരീക്ഷണവും തുടരുകയാണ്. എന്നാൽ പുലിയെ അങ്ങിങ്ങ് കണ്ടതല്ലാതെ കെണിയിൽ അകപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. 14 വെള്ളിയാഴ്ച രാത്രി നമ്മൾ പട്ടിക്കുട്ടിക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി പുറത്തിറങ്ങിയപ്പോഴാണ് പട്ടിയെ കാണുന്നില്ല. നമ്മൾ പുറത്തൊക്കെ അന്വേഷിച്ചപ്പോഴും കണ്ടില്ല. അപ്പോൾ ക്യാമറ നോക്കിയപ്പോഴാണ് ഇങ്ങനെ പുലി വന്നതിന് കൊണ്ടുപോയി നമ്മൾ കണ്ടത്. ക്യാമറയിൽ ചെങ്ങലയ്ക്ക് ഇട്ടേക്കായിരുന്നു പട്ടീനെ എടുത്തിട്ട് വീണ്ടും മതിലാടി അപ്പുറത്തേക്ക് പോകാണ് ഉണ്ടായത്. പക്ഷെ ഇതുവരെ പുലിനെ കിട്ടിയിട്ടില്ല. അങ്ങനെ നടക്കണു. പിന്നെ നമുക്ക് പുറത്തിറങ്ങാൻ ബുദ്ധിമുട്ടുണ്ട്. രാത്രി കാലങ്ങളിൽ യാത്ര, കുട്ടികളെ പുറത്തിറക്കാൻ പറ്റില്ല. പിന്നെ നല്ല ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് പുറത്തിറങ്ങാനായിട്ട്. ഇതിനിടെയാണ് ചാലക്കുടി ടൗണിലും പുലിയെ കണ്ടതായുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. കാടുമായി ഒരു തരത്തിലും ബന്ധമില്ലാത്ത വലിയ പട്ടണങ്ങളിൽ പോലും പുലിയെത്തിയതോടെ പരിഭ്രാന്തിയിലാണ് പ്രദേശവാസികൾ. ചാലക്കുടി സൗത്ത് ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്ത് ഒരു 3-4 വീടപ്പുറം നമ്മുടെ കണ്ണമ്പുഴ അമ്പലത്തിലേക്കുള്ള റോഡിൽ അയിനിക്കാട്ട് മഠം രാമനാഥൻ ചേട്ടൻ്റെ വീട്ടിലാണ് പുലിയെന്ന് തോന്നാവുന്ന ആ രൂപത്തിലും ഭാവത്തിലൊക്കെ പുലിയെന്ന് തോന്നാവുന്ന ഒരു മൃഗത്തെ ഇന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് അറിഞ്ഞുകൂടി തന്നെ ആൾക്കാരെല്ലാവരും ഒരു പരിഭ്രാന്തരാണ്. ചാലക്കുടി കൊരട്ടി പ്രദേശങ്ങളിലെ സ്ഥിരമായുള്ള പുലിയുടെ സാന്നിധ്യം പ്രദേശവാസികളെ അസ്വസ്ഥരാക്കുകയാണ്. രാത്രികാലങ്ങളിൽ പുറത്തിറങ്ങാൻ പോലും പേടിയാണ്. എത്രയും വേഗം പുലിയെ പിടികൂടണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. അമൃത ന്യൂസ്, തൃശൂർ. പുലിയെ പിടികൂടാൻ വനം വകുപ്പും പഞ്ചായത്തും നാട്ടുകാരും സംയുക്തമായി പരിശ്രമിക്കുകയാണ്. വനം വകുപ്പിന് പ്രദേശവാസികളുടെ എല്ലാവിധ സഹായവും ലഭിക്കുന്നുമുണ്ട്. 9 ക്യാമറകളും 1-ലധികം കൂടുകളും പ്രദേശത്ത് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും പുലിയെ കെണിയിൽ വീഴ്ത്താൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. പ്രതികരണങ്ങൾ നോക്കാം. ഏറ്റവും വേഗത്തിൽ എക്സ്പെർട്ട് കമ്മിറ്റി അടക്കം പ്രദേശത്ത് കൂടി അതിനാവശ്യമായ നടപടി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ വാർഡ് മെമ്പർമാർ, പഞ്ചായത്ത് ഭരണസമിതി, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും കളക്ടറുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ തഹസിൽദാരടക്കം വന്ന് പരിശോധിക്കാൻ ആവശ്യമായ നടപടിയൊക്കെ പക്ഷേ എന്നിരുന്നാലും പുലിയെ പിടിച്ചാലാണ് ഈ ഭാഗത്തുള്ള ആളുകളുടെ ആശങ്ക നമുക്ക് ഒഴിവാക്കാൻ കഴിയുള്ളൂ. ഏറ്റവും വേഗത്തിൽ പിടിക്കുന്നത് തന്നെയാണ് പഞ്ചായത്തും നമ്മളൊക്കെ ഈ പ്രദേശത്തുള്ളവരും വിശ്വസിക്കുന്നത്. കാടുമായി പുലബന്ധം പോലും ഇല്ലാത്ത മംഗലശ്ശേരി പോലുള്ള പ്രദേശത്ത് പുലി എത്തിപ്പെടാതെ എന്ന് പറഞ്ഞാൽ എങ്ങനെയെന്ന് വിശ്വസിക്കാൻ പോലും കഴിയാത്ത സ്ഥിതിവിശേഷമാണ്. 15-അംഗ RRT ടീം രൂപീകരിച്ചുകൊണ്ട് അതും വേണ്ടിയുള്ള പ്രവർത്തനം പഞ്ചായത്ത് നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആശങ്ക മാറിയിട്ടുണ്ട്. എന്നാലും ജനങ്ങൾക്ക് ഈ ഭീതി പൂർണ്ണമായി മാറണമെങ്കിൽ പുലിയെ പിടിക്കുക എന്ന് തന്നെയാണ്. അതിലേക്കുള്ള വലിയ പരിശ്രമത്തിലാണ് എല്ലാവരും ഒരുമിച്ച്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ തൃശ്ശൂരിൽ നിന്നും ഹരീഷ് നൽകും. ഹരീഷ്, നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഭീതി പരത്തുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് പുറത്തു വന്നത്. സംയുക്തമായി പരിശ്രമിക്കുമ്പോഴും ശ്രമങ്ങളെല്ലാം വിഫലവുമാകുന്നു. എത്രയും പെട്ടെന്ന് പുലിയെ പിടികൂടണമെന്ന ആവശ്യവും ശക്തമാണല്ലോ ഹരീഷ്. തൃശൂർ കൊരട്ടി ചിറങ്ങരയിൽ ആഴ്ചകൾക്ക് മുൻപാണ് പുലി ഇറങ്ങി ഒരു വളർത്തുനായി പിടികൂടിയത്. ജനവാസ മേഖലയിലെത്തി വീട്ടിലെത്തിയാണ് വളർത്തുനായി പുലി പിടികൂടിയതെന്നുള്ളതാണ് ഇതിൻ്റെ CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. അന്നു മുതൽ ഈ ഒരു പ്രദേശവാസികൾ വലിയ പരിഭ്രാന്തിയിലാണ്. പുലിയെ എങ്ങനെയും പിടികൂടണമെന്നൊരു ആവശ്യം ശക്തമാവുകയാണ്. പുലിയാണെന്ന് സ്ഥിരീകരിച്ച ഉടനെ തന്നെ വനംവകുപ്പ് അതിനുവേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നു. 1-ലേറെ കൂടുകൾ പ്രദേശത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. കൂട്ടിൽ ആടിനെ ഇരയായി കെട്ടിയിട്ടുണ്ട്. മാത്രമല്ല 9ഓളം നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു. ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയും തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. RRT സംഘം സ്ഥലത്ത് ക്യാമ്പ് ചെയ്തു തന്നെയാണ് ഇത്തരത്തിലുള്ള നടപടികളെല്ലാം തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ ഇതുവരെയും പുലിയെ പിടികൂടാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. പ്രദേശത്ത് അങ്ങിങ്ങായി പുലിയെ വീണ്ടും ആളുകൾ കാണുന്നു, പ്രദേശവാസികൾ കാണുന്നു. പക്ഷേ പുലിയെ കൃത്യമായ രീതിയിൽ കെണിയിൽപ്പെടുത്താൻ അല്ലെങ്കിൽ പിടികൂടാൻ വനംവകുപ്പിന് ഇതുവരെയും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പ്രദേശത്ത് വലിയ ആശങ്ക നിലനിൽക്കുകയാണ്. അതിനുശേഷമാണ് ചാലക്കുടി ടൗണിൽ പുലിയെ കാണുന്നത്, അത്തരത്തിലുള്ള വാർത്തകൾ പ്രചരിക്കുന്നത്, CCTV ദൃശ്യങ്ങൾ പുറത്തു വരുന്നത്. അത് ആളുകൾ കാണുകയും വനംവകുപ്പ് സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇത്രയും ജനവാസ മേഖലയിൽ അല്ലെങ്കിൽ പട്ടണത്തിൽ എങ്ങനെയാണ് പുലി എത്തിയത് എന്നുള്ളൊരു അതിശയമാണ് ആളുകൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ ഒരു പുലിയെ പിടികൂടണം എന്നുള്ളൊരു ആവശ്യം ശക്തമാവുകയാണ്. ആളുകൾ വലിയ പരിഭ്രാന്തിയിലാണ് പ്രദേശത്തുള്ളത്.